വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് സൗരയുധം അഥവാ സോളാർ സിസ്റ്റം. എന്താണത്? നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. 460 കോടി വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 2400 കോടി കിലോമീറ്റർ വിസ്താരമുള്ള പ്രദേശത്ത് വാതകങ്ങളും ധൂളീപടലങ്ങളും ഗുരുത്വാകർഷണ ബലത്താൽ അമർന്നടിഞ്ഞു. അതിൽ 99.8% ദ്രവ്യവും സൂര്യന്റെ നിർമ്മിതിക്ക് ചെലവായി. ബാക്കിയുള്ളവ സൂര്യന് ചുറ്റും ചുഴികളായി ചേർന്ന് ഗോളരൂപം പ്രാപിച്ച് ഗ്രഹങ്ങളായി. സൂര്യൻ കഴിഞ്ഞാൽ സൗരയൂഥത്തിന്റെ ബാക്കിയുള്ള മുഴുവൻ പിണ്ഡത്തിന്റെ 90% വ്യാഴത്തിലും ശനിയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഏതാണ്ട് 20 കോടി വർഷമെടുത്തു ഭൂമി രൂപപ്പെടുവാൻ. 440 കോടി വർഷം മുൻപ് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയുടെ ശക്തിയിൽ ഭൂമിയുടെ ഒരു ഭാഗം അടർന്ന് തെറിച്ച് മറ്റൊരു ആകാശഗോളമായി പരിണമിച്ചു. അതാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ. സൂര്യനും 8 ഗ്രഹങ്ങളും അവയുടെ അറിയപ്പെടുന്ന 173 ഉപഗ്രഹങ്ങളും 5 കുള്ളൻ ഗ്രഹങ്ങളും അവയുടെ 8 ഉപഗ്രഹങ്ങളും ധൂമകേതുക്കൾ, ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ക്ലിപ്പർ ബെൽറ്റ് വസ്തുക്കൾ, ധൂളീപടലങ്ങൾ തുടങ്ങിയ ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് വസ്തുക്കൾ ഉൾപ്പെടുന്ന സംവിധാനമാണ് സൗരയൂഥം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ഗ്രഹങ്ങൾ. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം, ബുധൻ ഏറ്റവും ചെറുതും. ഇതിൽ ആദ്യത്തെ 4 ഗ്രഹങ്ങൾക്ക് ശേഷം ചൊവ്വയും വ്യാഴത്തിനുമിടയിൽ ക്ഷുദ്രഗ്രഹങ്ങൾ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നു. അടുത്ത 4 ഗ്രഹങ്ങൾക്കപ്പുറം ഹിമവസ്തുക്കളും ധൂളീപടലങ്ങളും നിറഞ്ഞ ക്ലിപ്പർ ബെൽറ്റ്. അതിനപ്പുറം അതിവിശാലമായ ഊർട്ടുമേഘം. സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് വർത്തുള ഭ്രമണപഥത്തിലാണ്. അതിനാൽ വർഷത്തിൽ എല്ലാ സമയത്തും സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം തുല്യമായി കൊള്ളണമെന്നില്ല. ബുധൻ അഥവാ മെർക്കുറി സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണിത്. സൂര്യനിലേക്കുള്ള ദൂരം 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ബുധൻ 88 ഭൗമ ദിവസങ്ങൾ കൊണ്ട് ഒരു തവണ സൂര്യനെ വലം വെക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണിത്. ഭൂമിയുടെ 0.055 ഭാഗമേ പിണ്ഡമുള്ളൂ. ഉപഗ്രഹങ്ങളില്ല. മുഖ്യമായും ഇരുമ്പടങ്ങിയ വലിയ അകക്കാമ്പും കനം കുറഞ്ഞ പുറംപാളിയുമാണ് ബുധന്റേതെന്ന് കരുതുന്നത്. ശുക്രൻ അഥവാ വീനസ് ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. വലുപ്പത്തിൽ ഭൂമിയോടുള്ള സാദൃശ്യം കണക്കിലെടുത്ത് ശുക്രനെ ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കാറുണ്ട്. പ്രഭാത നക്ഷത്രം, സന്ധ്യാ നക്ഷത്രം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള അകലം 0.7 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു തവണ സൂര്യനെ ചുറ്റാൻ 224.7 ഭൗമ ദിവസങ്ങൾ വേണം. ഒരു തവണ സ്വയം ഭ്രമണത്തിന് ഭൂമിയിലെ 243 ദിവസങ്ങൾ വേണം. അതുകൊണ്ട് ശുക്രനിൽ ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുണ്ട്. വ്യാസം 12103.8 കിലോമീറ്റർ. ഭൂമിയുടെ 0.815 ഭാഗം പിണ്ഡമാണ് ശുക്രനുള്ളത്. ഉപഗ്രഹങ്ങളില്ല, അന്തരീക്ഷമുണ്ട്. പക്ഷേ അന്തരീക്ഷ സാന്ദ്രത ഭൂമിയിലേതിന്റെ 90 മടങ്ങാണ്. ശുക്രാന്തരീക്ഷത്തിന്റെ 98% ഹരിതഗൃഹാവരണമായ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശുക്രന്റെ അന്തരീക്ഷ ഊഷ്മാവ് 477 ഡിഗ്രി സെൽഷ്യസ് ആകാൻ കാരണം ഇതാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രൻ തന്നെ. ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്നു. ഭൂമി അഥവാ എർത്ത് ഏറ്റവും സാന്ദ്രതയേറിയ ഗ്രഹം. സൂര്യനിൽ നിന്നുള്ള അകലം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം വെക്കാൻ 365 ദിവസം വേണം. അതാണ് ഒരു ഭൗമവർഷം. പലായന പ്രവേഗം സെക്കൻഡിൽ 11.186 കിലോമീറ്റർ. പ്ലേറ്റ് ടെക്ടോ ഫലകചലനങ്ങൾ പോലുള്ള പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടിട്ടുള്ള ഏക ഗ്രഹവും ഭൂമിയാണ്. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ്. ചൊവ്വ, മാർസ് ചുവപ്പ് ഗ്രഹം എന്നറിയപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള ശരാശരി അകലം 1.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം വെക്കാൻ 687 ഭൗമ ദിനങ്ങൾ വേണം. ഭൂമിയുടേതിന് സമാനമാണ് ദിനരാത്രങ്ങൾ. ഭൂമിയെക്കാളും ശുക്രനേക്കാളും വലിപ്പം കുറവാണ് ചൊവ്വയ്ക്ക്. ഭൂമിയുടെ 0.107 ഭാഗം പിണ്ഡം മാത്രം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ഒളിമ്പസ് മോൺസും ഒട്ടേറെ താഴ്വരകളും ചൊവ്വയുടെ പ്രതലത്തിലുണ്ട്. അടുത്ത കാലം വരെ ഗ്രഹം ഭൗതികമായി വളരെ സജീവമായിരുന്നു എന്നതിന് തെളിവാണിത്. വ്യാഴം, ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൂര്യനിൽ നിന്ന് 5.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ സ്ഥിതി ചെയ്യുന്നു. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ 11.86 ഭൗമവർഷം വേണം. ഭൂമിയുടേതിന്റെ 318 മടങ്ങാണ് വ്യാഴത്തിന്റെ പിണ്ഡം. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടി ചേർന്നാൽ ഉള്ളതിന്റെ 2.5 ഇരട്ടി വരും വ്യാഴം. ഹൈഡ്രജൻ, ഹീലിയം എന്നീ മൂലകങ്ങളാണ് ഈ വാതക ഭീമത്തിനുള്ളതെന്ന് കരുതുന്നു. അറിയപ്പെടുന്ന 67ഓളം ഉപഗ്രഹങ്ങളുണ്ട്. ശനി അഥവാ സാറ്റേൺ വലയങ്ങളുള്ള ഗ്രഹം. സൂര്യനിൽ നിന്ന് 9.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ സ്ഥിതി ചെയ്യുന്നു. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ 29.5 വർഷം വേണം. വ്യാഴത്തെ പോലുള്ള വാതക ഭീമനാണ് ഇതിലും. ഭൂമിയുടെ പിണ്ഡത്തിന്റെ 95 മടങ്ങുണ്ട് ശനിക്ക്. അറിയപ്പെടുന്ന 62 ഉപഗ്രഹങ്ങൾ ശനിക്കുണ്ട്.
അവയിൽ ടെറ്റൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നു. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ കാര്യമായ അന്തരീക്ഷമുള്ളത് ടെറ്റനാണ്. യുറാനസ് 1781 മാർച്ച് 13 വില്യം ഹെർഷെയാണ് യുറാനസ് കണ്ടുപിടിച്ചത്. സൂര്യനിൽ നിന്ന് 19.6 അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ഈ ഗ്രഹത്തിന്റെ സ്ഥാനം. ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം വെക്കാൻ 84 ഭൗമവർഷം വേണം, ഭൂമിയുടെ പിണ്ഡത്തിന്റെ 14 മടങ്ങ്. യുറാനസിലെ 27 ഉപഗ്രഹങ്ങളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. യുറാനസിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്നു. നെപ്റ്റ്യൂൺ 1846 സെപ്റ്റംബർ 23 ഉർബെയിൻ ലീ വെരിയർ എന്ന ഗണിതശാസ്ത്രജ്ഞൻ നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത്. സൂര്യനിൽ നിന്നുള്ള അകലം 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 165 ഭൗമവർഷം കൊണ്ട് ഒരു തവണ സൂര്യനെ ചുറ്റുന്നു. യുറാനസിനേക്കാൾ അല്പം വലുപ്പം കുറവാണ്. ഭൂമിയുടെ പിണ്ഡത്തിന്റെ 17 മടങ്ങാണ്. തണുത്ത ഗ്രഹമാണിത്. ഗ്രഹോപരിതലത്തിലെ ഊഷ്മാവ് -218 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണക്കാക്കുന്നു. 14 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.